ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചർമ്മത്തിന് തിളക്കം കൂട്ടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സോപ്പാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാനിതാ ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സോപ്പ് ബേസ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ ഇത് 1 കിലോൻ്റെ സോപ്പ് ബേസാണ്. അപ്പോൾ ഇതിന് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ഈ 150 രൂപയാണ് കേട്ടോ. 147 അങ്ങനെ എന്താണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള സോപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും എടുക്കണില്ല കേട്ടോ. അപ്പോൾ ചെറിയ മോൾഡാണ്, ഒരു 6 ഉണ്ടാക്കാൻ പറ്റിയ മോൾഡാണ്. അതിന് വേണ്ടിയിട്ടുള്ള സോപ്പ് ബേസ് മാത്രമായിട്ട് ഞാൻ എടുക്കണുള്ളൂ. അപ്പോൾ ഇത് നല്ല ഭദ്രമായിട്ട് തന്നെയാണ് ഇത് അവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ വേറെ ഒരു പേപ്പർ പൊതിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ അത് പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ട് ഇതിമ്മന്ന് ഒരു കഷ്ണമാണ് എടുക്കാൻ. അപ്പം ഞാൻ ഇതിമ്മ ഒരു തൂക്കി നോക്കിയിട്ടോ. അപ്പോൾ ഇത് തൂക്കി നോക്കിയപ്പോൾ 1 കിലോൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കണം, അല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ കുറച്ച് കുറവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്ന് ഇതിന് മുമ്പായിട്ടൊരു സോപ്പ് ബേസ് ഓർഡർ ചെയ്തിട്ട് അന്ന് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാ സോപ്പ് ബേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു തനി വെള്ള കളറ്, അതൊരു എന്താ പറയുക, നമ്മൾ തേങ്ങവളമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു കളർ പോലെ ഇരുന്നത് കേട്ടോ. ഇതതുപോലെ അല്ല, അത് പാല് പോലത്തെ വെള്ള കളറാണ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഇപ്പോൾ 1 കിലോനല്ലേ, അപ്പോൾ ഇത് ഒരു 3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു അരല്ല ഒരു 3 ഭാഗമാക്കി എടുക്കാം വിധത്തിൽ കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പീസ് ഇതുപോലെ തന്നെ നമ്മൾ ആ പേപ്പർ വെച്ചിങ്ങാണ്ട് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറാണല്ലോ അതിങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ സോപ്പ് ബേസ് അല്ല, ഇതിങ്ങനെ അലിഞ്ഞ് ഒന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ ഇത് വെൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ വലിയ മോൾഡാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ചിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇത് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മോൾഡിലുണ്ടാക്കുമ്പോൾ ആ സോപ്പിൻ്റെ അതേ രൂപത്തിൽ തന്നെ കിട്ടുമ്പോഴാണ് ആ ഒരു സോപ്പ് എന്നുള്ളൊരു ലുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ സോപ്പ് ബേസ് വലിയ കുഴപ്പമില്ല. എന്നാൽ പക്ഷേ ഇതിലും ഉഷാറ് ഇതിന് മുമ്പ് ഞാൻ വാങ്ങിയതായിരുന്നു. അതിനും വില ഉണ്ടായിരുന്നു. അന്ന് എത്ര 250 രൂപ അങ്ങനെ എന്തായിരുന്നു. അപ്പോൾ ഇതൊന്നും നമ്മൾ വാങ്ങിയിട്ട് ഇങ്ങനെ വിൽക്കാനോ അതിനൊന്നും നമുക്ക് പറ്റില്ല. അത്ര പൈസ കുറച്ച് നമുക്കിത് കിട്ടിയാലേ നമുക്കിത് മുതലാവുള്ളൂ അല്ലേ. നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് പപ്പായ കൊണ്ടോ എന്തുകൊണ്ട് വെച്ചിട്ടും സോപ്പ് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ ഈ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കണ്ട് അതിൻ്റെ മുകളിലത്തെ മോരിയൊക്കെ ഉണ്ടല്ലോ അതൊന്നുണ്ട് പേച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ഗ്ലേസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് നൈസായി കട്ട് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അരഞ്ഞ് കിട്ടാൻ പണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കണ്ട് കട്ട് ചെയ്ത് കണ്ടിതാ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലേശം വെള്ളം കേട്ടോ, അര ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളമായിട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അത് ഒഴിച്ചിങ്ങാണ്ട് ഇതൊന്ന് അരച്ചെടുക്കാനുള്ള വിധത്തിലുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ നീരൊക്കെ ഒന്നിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുത്തതിന് ശേഷമാണ് അങ്ങനെ മാറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്യാരറ്റൊക്കെ മുഴുവനായിട്ട് അരച്ചാണ് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തള വരുന്ന സമയത്ത് ഇതുപോലൊരു ചായപാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല എടുക്കാൻ. നമുക്കൊന്നും കൂടി സേഫ്റ്റി ആയത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് റെഡി ആയി കിട്ടില്ല. അപ്പം ഞാൻ ഉള്ളിലേക്ക് വെള്ളം കിടക്കാത്ത രൂപത്തിലുള്ള പാത്രം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ആദ്യത്തെ പാത്രം ഒരു പൊടുത്തുള്ള പാത്രമാക്കി. പിന്നെ നമ്മളിതിന് മുകളിൽ വെക്കുന്നതും ഇതുപോലൊരു പൊടുത്തുള്ള പാത്രമാക്കിട്ടോ. അപ്പോൾ ഈ വെള്ളം നല്ല തിളക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സോപ്പ് ബേസ് ആയി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല നല്ല മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ മെൽറ്റ് ആവട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വല്ലാതെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ആ പെടി വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു 3-4 പ്രാവശ്യം സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിൽക്കാനൊന്നുമില്ല, ചെറിയ 2 ആൾക്ക് ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കൂടുതൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കാരണം സോപ്പ് ബേസ് നല്ല വിലയാണല്ലോ. നമുക്ക് ചെറിയ പൈസക്ക് കിട്ടിയാലേ നമുക്ക് ഇത് ഉണ്ടാക്കൽ മുതലാവുള്ളൂ. അല്ലാതെ ഇത് ഉണ്ടാക്കിയാൽ നമുക്ക് മുതലാവില്ല. നമുക്ക് കൊടുക്കാനൊന്നും
മുതലായി കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ ഇതൊന്നാകഞ്ഞ് വാങ്ങണത് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ജ്യൂസ് ഉണ്ടല്ലോ അത് ഒക്കെ മെൽറ്റായതിന് ശേഷം ആ ജ്യൂസ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലിസറിൻ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് നമ്മളെ ഫേസിലൊക്കെ നല്ല ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലൊരു നല്ലതാണ്. പിന്നെ അതുപോലെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലിസറിൻ 1 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അതും കൂടി അയക്ക് പൊട്ടിച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മളെ മുഖത്തിനൊക്കെ നല്ല തിളക്കം കിട്ടാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഈ ഗുളിക ഉണ്ടല്ലോ അത് ചിലവരൊക്കെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. മുഖത്തിന് തിളക്കം കിട്ടാനും നമ്മളെ മുഖം ഒരു ഗ്ലോ ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഫേസിൽ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ ഞാനത് ഈ സോപ്പിൽ അത് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം വേണമെന്നല്ലേ ഒഴിച്ച് കൊടുക്കും, 1 വേണമെന്നല്ലേ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ 1 എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ഞാൻ എല്ലാം കൂടി ഒന്ന് ചേർത്തൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഒന്നും കണ്ട് അടുപ്പത്ത് നിന്ന് എടുത്ത് വെച്ചിട്ട് ചെറുതായി ഒന്ന് ചൂടാറിയിട്ട് ഫുള്ളായിട്ട് ആറണ്ട, ചെറിയൊരു ചൂടോട് കൂടിയിട്ട് നമുക്ക് ഈ മോൾഡൊക്കെ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മോൾഡക്ക് എല്ലാറ്റിലും ഒരുപോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കട്ടിയുടെ മോൾഡാണ്. അപ്പോൾ ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഒഴിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അവിടെ വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല പദം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കൈ കഴുകുന്നതൊക്കെ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. പിന്നെയാണ് ചിന്തിച്ചത് ഇതുപോലെ കൈ കഴുകുന്നു ഇതിൻ്റെ പദമൊക്കെ ഒന്ന് കാണിക്കായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പദമൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സോപ്പ് പൈസ് വാങ്ങുമ്പോഴും നല്ല നോക്കിയിട്ട് വേണം വാങ്ങാൻ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് വാങ്ങിയ സോപ്പ് പൈസ് ഇതിലും നന്നായിട്ടുണ്ടായിരുന്നു. ഇതിലും കുറച്ചെടുത്തിട്ട് നല്ല പദം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കിലോൻ്റെത് ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ 3 സോപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള സോപ്പൊക്കെ തന്നെയാണ്. നല്ല കൈയൊക്കെ കഴുകിയപ്പോൾ നല്ല കൈക്കൊക്കെ ഒരു ഗ്ലോ ഉള്ള പോലെ നല്ലൊരു സൂപ്പർ ഇട്ട് തന്നെ. പിന്നെ മുഖമൊക്കെ കഴുകിയെടുത്താലും നല്ല ഉഷാറാണ്. അപ്പം ഞാൻ അത് വീഡിയോയിൽ പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഫോണിൽ ചാർജ് ഇല്ലാതൊരു സമയം വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഫോൺ കുത്തിവെച്ച് പിന്നെ ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ മറന്നു പോയിട്ടോ. വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോളാണെങ്കിൽ ഓരോ കാര്യത്തിൽ ശല്യപ്പെടുത്തിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഓരോന്നിനിങ്ങനെ വാശി പിടിച്ചിട്ട് കരയണ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഇത് വീഡിയോ ഒന്ന് ഫുള്ളാക്കണ്ടേ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മുകൾക്ക് സോപ്പ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അതിന് മുകളിലത്തെ പതൊക്കെ ഒന്ന് കളഞ്ഞ് പിന്നെ ഒരു 3 മണിക്കൂർ നേരം വെച്ച് സെറ്റായിട്ട് ഒരു 3 മണിക്കൂർ ഒരു 3.5-4 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ഇത് എടുക്കുന്നത്. അപ്പോൾ കണ്ടിൻ്റെ മോള് ഇത് വാശി പിടിച്ചിട്ട് സോപ്പ് എടുത്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ. ഞാനിത് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ എടുത്താണ്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തീർക്കിയിരുന്നിട്ട് പിന്നെ കഴുകിയെടുക്കാനോ വീഡിയോ കാണിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അത് സോപ്പൊക്കെ ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ ഡൂരെടുക്കാണ്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. അടിയൊന്നും ഇങ്ങനെ പൊന്തിച്ചു കൊടുത്താൽ തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഈ എന്തുണ്ടല്ലോ ഓള് സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓള് കൊണ്ടും വലിക്കാനുള്ളതായിരുന്നു. അപ്പോൾ ഓരോന്നിനിങ്ങനെ മുട്ടായിക്കൊക്കെ വാശി പിടിച്ചിട്ടുള്ള സമയമായിരുന്നില്ല. പിന്നെ ഓളെ കയ്യിൽ കൊടുത്താൽ തന്നെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ഓളിതാ കയ്യിലൊക്കെ പിടിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാണ്ട് അപ്പോൾ ഉറങ്ങി നീച്ച് വന്നിട്ടുള്ള ആ ഒരു മൂഡിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ സോപ്പ് എല്ലാം തുർത്തുകാണ്ട് ഇതുപോലെ ഇങ്ങനെ ഈ കവറിൽ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് വെക്കണം കേട്ടോ. അപ്പോൾ അല്ലാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാലിയേ ഇതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ പിടിക്കൂലേ. അപ്പോൾ അതിന് വേണ്ടി പിന്നെ നമ്മളെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന പുതിയ കൂട്ടുകാർക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.